ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകര് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ചില സ്വഭാവ രീതികളിൽ വലിയ ഭാരപ്പെടുന്നുണ്ടാവും. ആത്മസംയമനത്തോടുകൂടി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ മറ്റുള്ളവരെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. മറ്റുള്ളവരെ കളിയാക്കുകയും വേദനിപ്പിക്കുകയും കുറ്റം പറയുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ സംസാര ശൈലികൾ മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കറിയാം ഇത് ശരിയല്ല. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക, നിന്റെ വീട്ടിൽ നിന്റെ സംസാര ശൈലികൾ അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതല്ലേ? അല്പം നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത്രമാത്രം ഭാരങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഈശോയെ, എൻ്റെ സംസാര ശൈലികളെ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ ചിന്തകളെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ഇന്നലകളിലുണ്ടായ അനേകം അനുഭവങ്ങളിലും കൈപ്പേറിയ അനുഭവങ്ങളിലും കുരുങ്ങിക്കടന്ന് ആ വിഷയങ്ങൾ തന്നെ ഓർത്തോർത്ത് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഒരു സ്വഭാവ രീതി എനിക്കും നിനക്കുമുണ്ടോ? പ്രത്യേകിച്ച് ചില പാപകരമായ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, ആ ഓർമ്മകളുടെ തടവറയിൽ കിടക്കുന്ന ഒരവസ്ഥ. ഇതാ യേശു നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, നിന്റെ ആലോചനകൾ, തീരുമാനങ്ങൾ നീ ശ്രദ്ധിക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. ശിരസ് മുതൽ ഉള്ളംകാല് വരെയുള്ള നമ്മുടെ ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കേണ്ടത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-20 തിരുവചനം പറയുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഓ പരിശുദ്ധാത്മാവേ, ഞാനത് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം പരിശുദ്ധാത്മാവിന് കൊടുക്കുക. പരിശുദ്ധാത്മാവേ, 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 അത്ഭുതകരമായൊരു ദൈവിക ശക്തി ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ വെളിപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും പാപകരമായ അനുഭവങ്ങൾക്ക് അടിമകളാണെങ്കിൽ, ആവർത്തിച്ചുള്ള ചില ദുശീല പീഡകൾക്ക് നീ അടിമയാണെങ്കിൽ, ഈ സമയം കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിക്കണം. ആഗ്രഹിക്കുന്ന വ്യക്തികളിലാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് ഇടപെടും. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ വെളിപ്പെടണമേ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, പൈശാചിക ബന്ധനങ്ങളും പീഡകളും അഴിയപ്പെടട്ടെ. ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗപീഡകളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇടപെടട്ടെ. മനസ്സിലെ മുറിവുകളും സങ്കടങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടട്ടെ. ആത്മീയ തകർച്ചകളെ കർത്താവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ. പഠിക്കേ. എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ. പഠിക്കേ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിന്റെ ആത്മാവേ, എന്നിൽ നിറയണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്
The holy mighty anointing. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. നിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. നിന്റെ ശരീരത്തിലെ തിന്മയുടെ നാരകീയ ശക്തികളെ പരിശുദ്ധാത്മാ ബന്ധിച്ച് പുറത്താക്കട്ടെ. നിന്റെ ചിന്തകളെ, വികാര വിചാരങ്ങളെ പരിശുദ്ധാത്മാ ബന്ധിച്ച് പുറത്താക്കട്ടെ. ദൈവിക ശക്തി നിന്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും പൈശാചിക പീഡകൾക്ക് അടിമകളാണെങ്കിൽ, ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തവണ്ണം പൈശാചികമായ ശക്തികൾ നിന്നെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, ദൈവജനമേ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. ഇപ്പോൾ ഞാനിവിടെ ഇതാ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുമ്പോ എന്റെ മേല് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഒരു ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. അതിന്റെ അഭിഷേകം ഒട്ടും നഷ്ടപ്പെടാതെ വേണം നമ്മൾ ഈ ശുശ്രൂഷ സമയത്തായിരിക്കുവാൻ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒരല്പസമയം വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള വലിയ ഒരു ആഗ്രഹത്തോടുകൂടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, ഇപ്പോൾ ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതാവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതാവസ്ഥ ഈശോയ്ക്കറിയാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈശോ നിന്റെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ ഒരു പ്രത്യേക അനോയിന്റിങ്, ഒരു പ്രത്യേക അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് നിനക്ക് സംഭവിക്കും. നിന്റെ മേൽ അത് ഇടപെടും. അപ്പൊ അതുകൊണ്ട് അപ്രകാരം വചനം കേൾക്കുന്ന സമയത്ത് ആഗ്രഹിച്ചുകൊള്ളണം, കർത്താവെ എനിക്ക് വേണ്ടി, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവെ അങ്ങ് നൽകുന്ന ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ സ്വീകരിക്കുന്നു. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ഏറ്റവും ഒരു പ്രൗഢമായിട്ടുള്ള ഒരു ചോദ്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈശോയുടെ അടുക്കൽ വന്ന് പലരും പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ഒത്തിരി പേര് പല കാര്യങ്ങൾ ഈശോയുടെ അടുക്കൽ വന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഒരു ചോദ്യം, ഏറ്റവും പ്രൗഢമായ, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു ചോദ്യം ഏതാണെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തോട് അന്വേഷിച്ചാൽ നമ്മുടെ മുമ്പിൽ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനം, ഒരു സുന്ദരമായ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇതാ തുറന്ന് ലഭിക്കുകയാണ്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും ചോദിച്ചിരിക്കേണ്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് മുതിർന്നവര് നിർബന്ധമായും ചോദിച്ചിരിക്കേണ്ട ചോദ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ പല കാര്യങ്ങളും ഈശോയോട് ചോദിക്കാറുണ്ട്, ഇല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ഈശോയോട് ചോദിക്കുന്നത്? ഈശോയെ ജർമ്മനിക്ക് പോകുന്ന കാര്യം, അല്ലേ? മകന്റെ കാനഡ കാര്യം, സ്ഥലം വിൽപ്പനയുടെ കാര്യം, വീട് പണിയുടെ കാര്യം, ജോലിയുടെ കാര്യം, കല്യാണക്കാര്യം, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ചോദിച്ചിരിക്കേണ്ട ചോദ്യം എന്താണ് എന്ന് ഈ വചനത്തിൽ പറയും. നമുക്ക് ആ വചനം ഒന്ന് പഠിക്കാമല്ലോ. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനം. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? നിസാരപ്പെട്ട കാര്യമല്ല. എന്താ ചോദ്യം? ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവിന്റെ മുമ്പിൽ ഒരുവൻ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ തമ്പുരാനോട് ചോദിക്കുന്ന ചോദ്യം ഏതാ? ജർമ്മൻ വിസയാണോ? വീട് പണിയാണോ? സ്ഥലം വിൽപ്പനയാണോ? ഒന്നുമല്ല. ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തം. വചനത്തിൽ പറയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ഇവന്റെ ചോദ്യവും ആരുടെ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരുവൻ വന്ന് ചോദിക്കുന്നു. അവന്റെ ചോദ്യവും പിന്നീട് അവന് സംഭവിക്കുന്ന കാര്യവുമാണ് വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, കേൾക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവ് ചില കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടെ നിർത്തി ആ വചനം നമ്മളൊന്ന് പഠിക്കുന്നു. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനം. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ, അങ്ങനെയാണ് വചനം ആരംഭിക്കുന്നത്. യേശു പറഞ്ഞേ, വാ തുറന്നു പറ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ. കണ്ടോ, ഈശോ എങ്ങനെയാ? ഈശോ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വരുന്നു. ഈശോ ആവശ്യക്കാരുടെ പക്കലേക്ക് വരുന്നു. ഒരു കുഞ്ഞു വചനമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കണം, ദേ ഈശോ നിന്റെ പക്കലേക്ക് വരുന്നു. ഈശോ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നതിന്റെ അർത്ഥം ഇങ്ങനെയാണ്,
ആവശ്യക്കാരന്റെ പക്കലേക്ക് കടന്നു വരുന്ന ഈശോ. ഹല്ലേലൂയ. നിന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടോ? അതൊരാവശ്യമാണ്. ആ പ്രശ്നത്തിലേക്ക് ആര് വരുന്നു? ഈശോ വരുന്നു. ഈശോ വരുന്നു. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ പുറത്ത് ആർക്കും അറിഞ്ഞുകൂടാ, നിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നിന്റെ ഉള്ളിലെ ഈ പ്രശ്നത്തിലോട്ട് ആര് വരുന്നു? ഈശോ വരുന്നു. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പേരുണ്ടോ? ഇല്ല. അഡ്രസ് ഇല്ല. ആരാന്ന് ഒരു പിടിയുമില്ല. ഒരുവൻ, പറഞ്ഞേ, ഒരുവൻ. ഒരുവൻ ഓടി വന്നു. വഴിയെ നടന്നു പോയവൻ കൊച്ചു വർത്തമാനം പറയാൻ വേണ്ടി വന്ന പോലെ അല്ല, മറിച്ച് ഒരുവൻ ഓടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അത്രമേൽ അർജന്റാണ്. അത്രമേൽ അർജന്റാണ്. ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു. എന്താണാവോ അതിന്റെ അർത്ഥം? മുട്ടുകുത്തുക, മുട്ടുകുത്തുക, എളിമപ്പെടുക. അത്രമേൽ എളിമപ്പെട്ട്. അപ്പൊ അവന്റെ വരവൊന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. നിസാരപ്പെട്ട വരവല്ല. എങ്ങനെയാ വന്നേ? ഓടി വന്നു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. എന്നിട്ടാണ് ഈ ചോദ്യം. വഴി നിന്നോണ്ട് കയ്യും കെട്ടി ഇരുന്നോണ്ടല്ലെന്ന് ചേട്ടാ, ഉറങ്ങിക്കൊണ്ടല്ലെന്ന്, അല്ലെന്ന്. ഉറങ്ങിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടേ കിട്ടുള്ളൂ. മറിച്ച് എങ്ങനെയാ? അവന്റെ ആഗ്രഹം കണ്ടോ? അത്രമേൽ ശക്തമാണ്. നിങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നവര് എങ്ങനെയാ വന്നേ? അത്രമേൽ ആഗ്രഹത്തോടുകൂടെ, ആവശ്യത്തോടുകൂടിയാ വന്നത്. നിങ്ങൾക്ക് എന്നെ വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടാണോ? പല 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 കാര്യങ്ങൾക്ക് ഇടപെടാമല്ലോ. എന്നിട്ട് എന്തേ നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വന്നത്? കാരണം നിങ്ങളുടെ ഉള്ളിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട്. പിടികിട്ടുന്നുണ്ടോ? അതേന്ന്. ഇത് വെറുതെ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഇത് വെറുതെ പണിയില്ലാത്തവരൊന്നും അല്ല. നിങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ത്യാഗമെടുത്ത് ആവേശത്തോടെ വന്നവരാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ വന്നിരിക്കുന്ന നിന്റെ ജീവിതത്തില് കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വചനം പറയുന്നു, ഒരുവൻ, അവൻ ഓടി വന്ന് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് എളിമപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. ഏതാ ചോദ്യം? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇവന്റെ വരവ് എങ്ങനെയുണ്ട്? ഗംഭീരം. അവന്റെ വരവ് ഗംഭീരം. ഇവിടെ നിങ്ങൾ വന്നത് എങ്ങനെയുണ്ട്? ഗംഭീര വരവാണ് വന്നിരിക്കുന്നത്. ഇരിക്കണ ഇരിപ്പ് കണ്ടാ അറിയാം. എങ്ങനെയാ പോയെന്നറിയോ? ആര്? ഇവൻ എങ്ങനെ പോയി? അതും കൂടെ വായിച്ചോ. വന്നത് ഗംഭീരമാണ്, പോയത് എങ്ങനെയാണെന്ന് വായിക്കാം. ചാപ്റ്റർ 10 വേഴ്സ് 21. എങ്ങനെയാണ് റിട്ടേൺ ജേർണി എങ്ങനെയാന്ന് നോക്കിക്കേ. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. പോയതെങ്ങനെയാ? വിഷാദിച്ച്, വെറുതെ അല്ല, വിഷാദിച്ച് സങ്കടത്തോടെ അവൻ തിരിച്ചുപോയി. വരവെങ്ങനെയാ? ഗംഭീരം. തിരിച്ചുപോക്ക് എങ്ങനെയാ? അതിലും ഗംഭീരം. ഇന്ന് എന്റെയും നിന്റെ മുമ്പിൽ ഈ ഒരു വ്യക്തിയെ കർത്താവ് മുമ്പിൽ നിർത്തിക്കൊണ്ട് നിന്നോടും എന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ആവേശത്തോടു കൂടിയാണെന്നറിയാം. പക്ഷേ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ കഴിയുമ്പോൾ നിന്നിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യം? നിന്റെ ഉള്ളിൽ സങ്കടമാണോ വരാൻ പോകുന്നത്? വിഷാദമാണോ വരാൻ പോകുന്നത്? നീ അത് കയ്യും വീശിയാണോ പോകുന്നത്? നിന്റെ ജീവിതം എന്തായിട്ട് മാറാൻ പോകുന്നു? ഇത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുന്ന ശുശ്രൂഷ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യക്തി നമ്മുടെ മുമ്പിൽ തന്റെ ജീവിത അനുഭവത്തെയാണ് ഇതാ വെളിപ്പെടുത്തുന്നത്. നമുക്ക് ഈ വചനഭാഗം ശ്രദ്ധയോടെ 18-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഈശോയോട് അവൻ ചോദിച്ച ചോദ്യം, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ അവന്റെ ഉത്തരം ഒന്ന് വായിച്ചേ. 18-ാം തിരുവചനം. യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. വായിച്ചോ, കണ്ടിന്യൂ. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. എന്നിട്ട് അവനോട് ഈശോ ചില കാര്യങ്ങൾ പറയാണ്. അപ്പൊ ഈശോയ്ക്ക് ഇവന്റെ അവസ്ഥ ഈശോയ്ക്ക് നന്നായി മനസ്സിലായി, അല്ലേ? അതായത് ഓടി വന്ന ഇവന്റെ അവസ്ഥ ഈശോയ്ക്ക് നന്നായി മനസ്സിലായി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ.
അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന നിന്റെ അവസ്ഥ ആർക്കറിയാം? പറഞ്ഞേ, ഈശോയ്ക്കറിയാം. അതേന്ന് ഇവിടെ വന്ന് നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്നവർക്കൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ നിന്റെ ഉള്ളിലെ അവസ്ഥ നന്നായി ഈശോയ്ക്കറിയാം. അറിയാം. നിങ്ങൾ വിശ്വസിച്ചോണം, തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒന്നും ഒളിക്കാൻ പറ്റില്ല. കാരണം ഈശോയ്ക്ക് ഞാൻ എന്താണ് എന്നുള്ളത് നന്നായി അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാട്ടുകാരുടെ മുമ്പിൽ വേണമെങ്കിൽ ഒളിക്കാൻ പറ്റും. നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് ഒളിപ്പിക്കാൻ പറ്റും പലതരത്തിൽ. വീട്ടുകാരുടെ മുമ്പിൽ ഒളിപ്പിക്കാൻ പറ്റും. പക്ഷേ ആരുടെ മുമ്പിൽ ഒളിപ്പിക്കാൻ പറ്റില്ല? ഈശോയുടെ മുമ്പിൽ ഒളിപ്പിക്കാൻ പറ്റില്ല. കാരണം ഹൃദയമറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത്. ഹൃദയമറിയുന്ന ഈശോ, നിന്റെ ഹൃദയ വികാര വിചാരങ്ങൾ ഈശോയ്ക്ക് നന്നായി അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കേവൂസ് ഒരു മരത്തെ പിടിച്ചു കയറി. ഏതു മരം? സിക്കമൂർ എന്ന് പറയുന്ന മരം. ആ മരത്തെ പിടിച്ചു കയറി ഇലകൾക്കിടയിൽ ആരും കാണാതെ മറഞ്ഞിരുന്നു. പക്ഷെ അവന്റെ ഇരിപ്പ് ആര് കണ്ടുപിടിച്ചു? ഈശോ കണ്ടുപിടിച്ചു. ഈശോ കണ്ടുപിടിച്ചു. നീ ചിലപ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് ആരും കാണണ്ടെന്ന് കരുതി ഇലകൾക്കിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുമായിരിക്കും. പുറകിരുന്ന് തൂണിന്റെ മറവിലിരിക്കുന്ന ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ, എന്നെ ആരും കാണരുത്, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, ആരും അറിയണ്ട, മൂടി വെച്ചേക്കാം. ചിലരുടെ ടെക്നിക്കല്ലേ, വീട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ ഇങ്ങനെ മൂടി 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 വെച്ചിട്ട് ബോംബ് പൊട്ടുന്ന പോലെ ഒരൊറ്റ പൊട്ട് പൊട്ടും. അതെ, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു അമ്മ മകനെയും കൊണ്ടുവന്നു. അച്ഛാ, ഇവൻ കാരണം ജീവിതം മടുത്തു. സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ പറയൂ, അച്ഛാ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 4-5 വർഷമായി ഇവന്റെ ചില സ്വഭാവ രീതികളുടെ വ്യത്യാസം. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ അമ്മേ, ഈ 4-5 വർഷമായിട്ട് ഇവന്റെ ഈ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് ഒരു കൗൺസിലിങ്ങിനോ ഒരു ധ്യാനത്തിനോ ഒരു ശുശ്രൂഷയ്ക്കോ ആരോടെങ്കിലും ഇടവകപ്പള്ളിയിലെ വികാരിയച്ഛനോടൊന്നും പറഞ്ഞുകൂടായിരുന്നോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്? അച്ഛാ, പുറത്തറിഞ്ഞാൽ നാണക്കേടല്ലേ അച്ഛാ? മൂടി 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 ഒടിച്ചിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ പത്രത്തിൽ വാർത്ത വരുന്ന അവസ്ഥയിലെത്തി. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മൂടി വയ്ക്കാൻ ശ്രമിക്കും തോറും ചില കാര്യങ്ങൾ അത് ഭാരപ്പെടുത്താൻ തുടങ്ങും. പ്രത്യേകിച്ച് ഞാനിത് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ചില തകർച്ചകളും ചില ഭാരങ്ങളും അങ്ങനെയുള്ള ചില വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അത് ക്രമീകരിക്കേണ്ട സമയത്ത് നീ ക്രമീകരിച്ചു കൊള്ളണം. കുഴപ്പമില്ല എന്നും പറഞ്ഞ് മൂടി 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 വെച്ചോണ്ടിരിക്കരുത്. അങ്ങനെ വെക്കും തോറും എൻ്റെ മകനല്ലേ, പാവല്ലേ, കുഴപ്പമില്ലല്ലോ, മൂടി 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 വെച്ച് അവസാനം ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം, നിന്റെ വീട്ടിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നന്നായി അറിയുന്ന യേശുവിന്റെ മുമ്പിൽ നിന്റെ ജീവിതം സമർപ്പിച്ചാൽ ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കും. കണ്ണുകളടച്ച് നാവ് തുറന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ. ഹൃദയത്തിന്റെ എല്ലാ ഭാരവും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഒരു ദൈവിക ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭാരം മാറ്റുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിത വഴികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവെ, ഞങ്ങളില് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ആമേൻ. സ്വരത്തിൽ പറഞ്ഞ ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണ്. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 14 ഓൺവേഴ്സ്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ആയതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഈ കേട്ട വചനം ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കുക. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു ദൈവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ബലഹീനതയിൽ നിന്റെ ജീവിത അവസ്ഥയെ മനസ്സിലാക്കുന്ന, സഹതപിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ട ഒരുവൻ. നീ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിത അവസ്ഥ നന്നായി അറിയുന്ന ഒരുവന്റെ മുമ്പിലാണ്. നീ കടന്നു പോകുന്ന ഈ അവസ്ഥ ഈശോ ഇതിനു മുമ്പ് കടന്നുപോയതാണ്. അതുകൊണ്ട് ഈശോയ്ക്ക് നീ ആയിരിക്കുന്ന അവസ്ഥ നന്നായി മനസ്സിലാകും. ഇതാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തിപരമായി ഓരോ വ്യക്തിയും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ സിംഹാസനമാണ് ഈ പരിശുദ്ധ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ വേണ്ട സമയത്ത് കരുണ ലഭിക്കാൻ, വേണ്ട സമയത്ത് കൃപാവരം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. കൃപാവരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. എന്താണ് നിന്റെ കുടുംബത്തിന് വേണ്ട കരുണയും കൃപാവരവും? ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്? എന്താണ് നിന്റെ ഓർത്തോർത്തുള്ള ദുഃഖം? ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും നീ ഇപ്പോൾ ശ്രദ്ധിക്കുക, ചിന്തിക്കുക. നിന്റെ വീട്ടിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതു മേഖലയിലാണ് ദൈവത്തിന്റെ കരുണ വെളിപ്പെടേണ്ടത്? ഏതു മേഖലയിലാണ് കൃപാവരം വേണ്ടത്? ആ മേഖല ദൈവ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് കൃപാവരത്തിന്റെ സിംഹാസന ശുശ്രൂഷ സമയമാണ്. ഈ കൃപാവരത്തിന്റെ സിംഹാസന ശുശ്രൂഷ സമയത്ത് നീ ആഗ്രഹിക്കണം, എൻ്റെ കർത്താവേ, ഈ കാര്യങ്ങളിൽ അങ്ങ് അതിശക്തമായി ഇടപെടണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും പലവിധ നിയോഗങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആരും വെറും കൈയോടെ പ്രാർത്ഥിക്കരുത്. മറിച്ച് നമ്മുടെ കൈകളിൽ കർത്താവിന് കൊടുക്കാനായി ചില നിയോഗങ്ങളുണ്ട്. നിന്റെ വീട്ടിലെ കാര്യം അത് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ ബുദ്ധി കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും കുടുംബ പാരമ്പര്യം കൊണ്ടും നിനക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ള അതിമോഹം വേണ്ട. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞതെല്ലാം ചെതറിപ്പോകുന്ന കാര്യങ്ങളാണ്. ഒരു ചീട്ട് കൊട്ടാരം പോലെ കയ്യിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ കൃപാവരത്തിന്റെ സിംഹാസനം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത, നിന്റെ ബലഹീനത അറിയുന്ന, നിന്റെ കുടുംബത്തിന്റെ ആവശ്യം അറിയുന്ന അതിശക്തമായൊരു സംരക്ഷണ സാന്നിധ്യമാണ്. വിശ്വസിക്കണം. ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്ത് ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആരു തന്നെയാണെങ്കിലും, എവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എൻ്റെ നിയോഗത്തിൽ ഇടപെടുന്നു, എൻ്റെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. വിശ്വസിക്കണം. കർത്താവേ, ഈ വിഷയത്തിന് ഇപ്പോൾ അങ്ങയുടെ കരുണ വേണം, ഇപ്പോൾ അങ്ങയുടെ കൃപ വേണം. അതില്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോകും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കോ. 2 കരങ്ങളും തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ. ഏത് വിഷയത്തിനാണ് നിന്റെ കൃപാവരം വേണ്ടത്? ഏത് വിഷയത്തിനാണ് ദൈവത്തിന്റെ കരുണ ഇടപെടേണ്ടത്? ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നിന്റെ ചിന്തകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവികമായിട്ടുള്ള ഒരു പ്രവൃത്തി നിനക്ക് വേണ്ടി ദൈവം തുറക്കും. നീ വിശ്വസിക്കണം. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം 5-ാം തിരുവചനം,
ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം ഈ നാളുകളിൽ എന്ന് പറഞ്ഞാൽ കൃപാവരത്തിന് സിംഹാസനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് നിന്നിൽ അത് വെളിപ്പെടും. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, വീട്ടുകാർക്കും കൂട്ടുകാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം എൻ്റെ കർത്താവേ എൻ്റെ കുടുംബത്തിൽ അത് സംഭവിക്കട്ടെ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ രക്ഷിക്കുന്നവൻ, കൃപാവരത്തിന് സിംഹാസനത്തിനുള്ളവൻ യേശുവാണ്. നീ യേശുവിനെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ കൃപയുടെ അഭിഷേകം നിന്റെ മേൽ ജ്വലിപ്പിക്കപ്പെടട്ടെ. ആലോചിച്ചുകൊണ്ട് നിൽക്കാനല്ല, പ്രാർത്ഥിക്കാനാണ് കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത്. ആലോചിച്ചുകൊണ്ട് നിന്നാൽ നീ അങ്ങനെ നിൽക്കുള്ളൂ. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കകത്ത് നിനക്ക് വേണ്ട ഒരു കൃപ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് നിന്നെ സഹായിക്കും. കർത്താവ് നിന്റെ വിഷയത്തിൽ ഇടപെടും. നിന്റെ കെട്ടുകൾ കർത്താവ് അഴിക്കും. എത്ര വലിയ നാരിക ശക്തികളാണ് നിന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്നതെങ്കിലും യേശുവിന്റെ കൃപാവരം, യേശുവിന്റെ ശക്തി എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് ഒരു വലിയ അഭിഷേകം, ഒരു വലിയ ദൈവശക്തി ഓരോ ദൈവ മക്കളിലേക്ക് വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. പോരല്ലോ, നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. എൻ്റെ ബന്ധങ്ങൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എൻ്റെ ജീവിതത്തിന്റെ ഓരോ വഴികളിലും, എൻ്റെ സൗഹൃദ ബന്ധങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എൻ്റെ ജോലി സ്ഥലത്ത് കർത്താവ് ഇടപെടും. എൻ്റെ തടസ്സങ്ങൾ കർത്താവ് മാറ്റും. എൻ്റെ മക്കളിൽ കർത്താവ് ഇടപെടും. എൻ്റെ മാതാപിതാക്കൾ കർത്താവ് ഇടപെടും. എൻ്റെ സഹോദരങ്ങൾ കർത്താവ് ഇടപെടും. എൻ്റെ കുടുംബത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ കർത്താവ് ഇടപെടും. വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റും. സ്ഥലം വിൽപ്പന കർത്താവ് ഇടപെടും. വീട് പണിയിൽ കർത്താവ് ഇടപെടും. വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ കർത്താവ് ഇടപെടും. എൻ്റെ തടസ്സങ്ങൾ കർത്താവ് മാറ്റും. ആത്മീയ കൃപ സ്വീകരിക്കാൻ ഭൗതിക മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത ആമേൻ. പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. ആമേൻ. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയും നാമം ചെയ്യാൻ ഹബക്കൂക്ക് 1:5 പാടി. പറഞ്ഞാലും വിശ്വസിക്കാത്ത ആമേൻ. പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയും നാമം ചെയ്യാൻ പോകും. കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ